ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തും ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ച അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് ഒഴിവാക്കുക. അപ്പോൾ എന്താണ് ആ തെറ്റുകളെന്ന് നോക്കിയാലോ. നിങ്ങളുടെ മുടിയിൽ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഫലം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ മുടിയിൽ ഒരു കാരണവശാലും നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് തേക്കാതിരിക്കുക. സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ തലമുടി കഴുകുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മുടിയിലെ അഴുക്ക് ആ ഒരു സമയത്ത് പോകുമെന്നുണ്ടെങ്കിലും നമ്മളുടെ മുടിയുടെ കനം കുറയുകയും കട്ടി കുറയുകയും മുടി കൊഴിയുകയും ചെയ്യുന്നതായിരിക്കും. സോപ്പ് ഉപയോഗിക്കുന്നതിലൂടെ മുടി കൊഴിയുകയും പിന്നീട് നിങ്ങളുടെ മുടിയുടെ ഉള്ളു കുറയുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നമ്മൾ നശിപ്പിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും ചീപ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ മുടി ചീവുക. അപ്പോൾ ആ ഒരു ചീപ്പ് നല്ല പല്ലകലമുള്ള ചീപ്പ് തന്നെ ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ചെറിയ പല്ലുള്ള ചീപ്പ് ആകുമ്പോഴത്തേനും നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടുന്നതിനും കെട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുടി ഇഴകളെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പല്ലകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ മുടിയുടെ കെട്ടും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ട് നോക്കുക. അത് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല വലിയ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നനഞ്ഞ മുടി ഒരു കാരണവശാലും നിങ്ങൾ ചീകി ഒതുക്കാതിരിക്കുക. കാരണം നനഞ്ഞ മുടിയിൽ നമ്മൾ ചീപ്പിട്ട് വലിക്കുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനും നമ്മുടെ മുടിയുടെ ആ ഒരു ആരോഗ്യത്തെ തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നനഞ്ഞ മുടി നിങ്ങൾ ഒരിക്കലും ചീകാതിരിക്കുക. മുടി കൊഴിയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് നനഞ്ഞ മുടി ചീവുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക. നനഞ്ഞ മുടി ചീകാതിരിക്കുന്നത് പോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നനഞ്ഞ മുടി നിങ്ങൾ കെട്ടിവെക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടിയിൽ കായ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത എന്നല്ല, ഉറപ്പായും കായ വരിക തന്നെ ചെയ്യും. അപ്പോൾ കുട്ടികളുടെയൊക്കെ മുടിയിലായിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നനഞ്ഞ മുടികൾ നിങ്ങൾ ഒരു കാരണവശാലും കെട്ടിവെക്കാതെ നനഞ്ഞ മുടിയെ അതിനെ ഉണങ്ങാനായിട്ട് വിടുക. ഉണങ്ങിയതിന് ശേഷം നിങ്ങളുടെ മുടി കെട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. മുടിയിൽ കായ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മുടിയുടെ ആരോഗ്യം നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. മുടി പൊട്ടിപ്പോവാനായിട്ടും മുടി ആ കായ വന്ന ഭാഗം വെച്ച് അറ്റം പിളർന്നു പോകാനായിട്ടൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക. മുടി വളരാനുള്ള എല്ലാ ടിപ്സുകളും പരീക്ഷിക്കുന്ന നിങ്ങളുടെ മുടി രാത്രി കെട്ടിവെച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത്? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ മുടി രാത്രി നല്ലതുപോലെ പിന്നി കെട്ടിവെച്ചിട്ട് കിടക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ കെട്ടുന്നത് ആ ഒരു രീതിയിൽ കെട്ടിവെച്ചിട്ട് മാത്രം കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കെട്ടിവെക്കാതെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയിണയിലും ബെഡിലും ഒക്കെ ഉരസി നമ്മുടെ മുടി ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പായയിലൊക്കെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുടി പായ തിന്നും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി കെട്ടിവെച്ചിട്ട് തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക. കാരണം വെള്ളവും ഈ വിറ്റാമിൻ ഇ അടങ്ങിയ ആഹാരവും മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ യാതൊരു ടിപ്പും യൂസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കണേ.